നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ കാനഡയിൽ വന്നത്. ഞാൻ 10 വർഷമായി കാനഡ വന്നിട്ട്. ഇവർ ഈ പറയുന്ന പോലത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. കാനഡയിൽ കഷ്ടപ്പാടാണെന്ന് നിലവിളി, പക്ഷെ ഒറ്റൊരെണ്ണം നാട്ടിലേക്ക് തിരിച്ചു വരില്ല. കാനഡയിൽ വന്നാൽ പണിയെടുക്കാതെ ക്യാഷ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അധ്വാനിക്കാൻ റെഡിയാവണം. ദ കാക്കശ്ശേരിച്ചിട്ട് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കേട്ട അശരീരികൾ എന്താണെന്നല്ലേ, ഞങ്ങളുടെ ചാനൽ പലപ്പോഴായിട്ട് വരുന്ന ക്രിറ്റിസിസംസ്, നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ് നിങ്ങളിപ്പോൾ കേട്ട ഈ അശരീരികൾ. കാനഡയിൽ എത്തിയ ദിവസം മുതൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതായത് കാനഡയിൽ വന്നിട്ടുള്ള ഞങ്ങൾ ചാനൽ തുടങ്ങിയത് 2018 തുടങ്ങിയൊരു ചാനലാണിത്. പക്ഷേ വന്ന നാൾ മുതൽ ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. കാനഡയിൽ വന്നിട്ട് വീട് കിട്ടാത്ത കാര്യം, വീട് കിട്ടിയ കാര്യം, വീട് കിട്ടിയിട്ട് കേസ് കൊടുത്ത കാര്യം, ജോലി കിട്ടാത്ത കാര്യം, ജോലി കിട്ടിയ കാര്യം, പിന്നെ ലോട്ടറി അടിച്ച കാര്യം, കാർ വാങ്ങിയ കാര്യം, പിന്നെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഞങ്ങൾ ഈ ചാനലിലൂടെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് വ്ളോഗിലൂടെ ഞാനും ജെഫിനും പറയുന്നത് ഇത് മാത്രമാണ്: ആരോടും കാനഡയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതല്ല, കം പ്രിപ്പയർഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതുപോലുള്ള കമൻറ്റുകൾ കേൾക്കുമ്പോൾ ഞങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. എന്നാൽ ശരി, നമ്മുടെ ഓഡിയൻസിനോട് ചോദിച്ചു നോക്കാം, അവരെ കാനഡയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അതേപോലെ തന്നെ കാനഡ വിട്ടു പോകണം എന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓഡിയൻസ് ഉണ്ടാവല്ലോ, അവരുടെ ഒരു റീസൺസും കൂടെ കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സ്റ്റോറി, ഞാൻ വായിക്കാം. വി കോൺസ്റ്റൻ്റ്ലി റിസീവ് കമൻറ്റ്സ് ആൻഡ് DMs ഫ്രം പീപ്പിൾ carefully weighing their options about whether to stay in Canada or move elsewhere. If you are a newcomer, student, PR or citizen, what keeps you here compared to your home country or the country you previously lived or worked in? അപ്പോൾ നമ്മുടെ നാടിനെ മാത്രമല്ല കമ്പാരിസൺ ചെയ്യുന്നത്, ഇതിന് മുന്നേ താമസിച്ചിട്ടുള്ള രാജ്യത്തോട് കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങളെ കാനഡയിൽ നിലനിർത്തി പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും, അതായത് പ്രോസും, പിന്നെ നെക്സ്റ്റ് സ്റ്റോറിയിൽ ഞങ്ങൾ ചോദിച്ചത് കോൺസുമാണ്. അതായത് ഇപ്പോൾ ഇവിടുന്ന് വിട്ട് പോകണം എന്ന് വിചാരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ വീണ്ടും പറയുന്നു, ഇത് ഫുള്ളി ഓഡിയൻസ് ഡ്രിവൻ കണ്ടൻറ്റുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാനഡയെക്കുറിച്ചുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മുടെ ഓഡിയൻസിന് പറയാനുള്ളതെന്ന്. ആദ്യം നമുക്ക് പോസിറ്റീവ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോസിറ്റീവാണ്: ദ പീസ് യു ഗെറ്റ് ഫ്രം സ്റ്റേയിങ് അവേ ഫ്രം ഇൻറ്റർഫിയറിങ് റിലേറ്റീവ്സ്. ഈ ഒരു ആൻസർ സർപ്രൈസിംഗ്ലി ഒരു 25 പേരോളം പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലർ യൂസ് ചെയ്ത വാക്ക് സ്നേക്ക് എന്നാണ്, ചിലരെന്ന് പറഞ്ഞെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് ടീമുകളുടെ അടുത്തുനിന്ന് മാറി നിന്ന്. അങ്ങനെ റിലേറ്റീവ്സ് ഒരു മേജർ ഫാക്ടറാണ് പലർക്കും. അതായത് ഈ കുത്തി ചോദ്യം ചോദിക്കുന്ന ബന്ധുക്കളാണ് പലർക്കും നാട് വിട്ട് കാനഡയിലേക്ക് വരാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 25 പേരാണ് സെയിം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആൾ: എവേ ഫ്രം റിലേറ്റീവ്സ്, ബെറ്റർ വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ്, ഈസിയർ ടു ഡു ഗവൺമെൻറ് പേപ്പേഴ്സ്, റോഡ് ആൻഡ് ട്രാഫിക്, ക്ലീൻ എയർ. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് പോയിന്റ് എഗെയിൻ നോക്കുക, എവേ ഫ്രം റിലേറ്റീവ്സ് എന്നുള്ളത്. അടുത്ത കമൻറ്റ് നോക്കാം: എയർ ക്വാളിറ്റി കമ്പയർ ടു ഇന്ത്യ, മൈ ഹെൽത്ത് ഇസ് ബെറ്റർ ഇൻ കാനഡ. ഈ എയർ ക്വാളിറ്റീനെ പറ്റി ഒരു 30 മേലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് നാട്ടിലെ എയർ ക്വാളിറ്റി അല്ലെങ്കിൽ ഗൾഫിലെ എയർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫാർ ബെറ്റർ ആണ്. ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഗൾഫിലുള്ളപ്പോൾ ആസ്മയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം അത് കംപ്ലീറ്റ്ലി മാറി എന്ന് പറഞ്ഞു. അപ്പോൾ എയർ ക്വാളിറ്റി ഒരു മെയിൻ പോസിറ്റീവായിട്ട് പലരും പറയുന്നുണ്ട്. അടുത്ത കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം, കാനഡയിൽ ബെറ്റർ ഇൻകം കിട്ടുന്നതാണ് ഈ വ്യക്തി പറയുന്നത്. അടുത്ത ആൾ പറയുന്നത്: ഐ മൂവ് ഫ്രം സിംഗപ്പൂർ ദർ ഇസ് നോ PR pathways ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇസ് എക്സ്പെൻസീവ്. അതായത് സിംഗപ്പൂരിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസീവ് ആണ്, ദെൻ അവിടെ PR pathway ഇല്ലാത്ത കാരണം കാനഡയിലേക്ക് വന്നു. അടുത്ത ആൾ പറയുന്നത് ജസ്റ്റ് പച്ചപ്പും ഹരിതാഭയും. ഇൻ അതർ വേർഡ്സ് എയർ ക്വാളിറ്റി ആൻഡ് ലെസ് പൊല്യൂഷൻ. ഈ എയർ ക്വാളിറ്റി ഞാൻ പറഞ്ഞുള്ളൂ, ഒത്തിരി പേര് പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാനഡയിലും, അതിൽ കാനഡയിൽ നിങ്ങൾ താമസിക്കുന്ന സിറ്റിയും ഇന്ത്യയിലത്തെ ഒരു സിറ്റിയും എടുത്ത് കമ്പയർ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. വർക്ക് ലൈഫ് ബാലൻസ്, ചൈൽഡ് ബെനിഫിറ്റ് ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ഓഫ് ചൈൽഡ്, ഫ്രീ ഹെൽത്ത് കെയർ. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്രീ ഹെൽത്ത് കെയർ, ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഒരാളുണ്ട്, മിസ്റ്റർ ജെഫിൻ കാക്കശ്ശേരി. ഇപ്പം എൻ്റെ കൂടെ ഇല്ല, എന്നാലും ജെഫിൻ എപ്പോഴും ഒപ്പോസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത് കെയർ എന്നൊരിക്കലും പറയരുത്, നമ്മുടെ ടാക്സിൽ നിന്നാണ് പൈസ എടുക്കുന്നത്, അതിൽ നിന്നാണ് അവർ ഫ്രീ ആയിട്ട് തരുന്നത് എന്നുള്ളത്. ഒരു കണക്കിൽ ജെഫ് പറയുന്നതിൽ വാസ്തവമുണ്ട്. ഇപ്പം നമ്മുടെ ഇൻകം സോഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കുന്നു, അതേപോലെ തന്നെ ഇൻകം സോഴ്സ് കൂടുന്നതനുസരിച്ച് ചൈൽഡ് കെയർ ബെനിഫിറ്റും കുറയുന്നു. അപ്പം നമ്മുടെ നിന്ന് പോകുന്ന കാശ് തന്നെയാണ് ഈ ഒരു ഫ്രീ ഹെൽത്ത് കെയർ, ഫ്രീ എഡ്യൂക്കേഷൻ വഴി നമുക്ക് തിരിച്ചു വരുന്നത് എന്നാണ് ജെഫിൻ്റെ ഒരു വാദം. അടുത്ത കമൻറ്റ് വർക്ക് കൾച്ചർ. അടുത്ത കമൻറ്റ് റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ അടുത്ത കമൻറ്റ്
treating humans as a living being and not as a dog. All jobs are equally important. ഈ ഒരു ജോബ് റിലേറ്റഡ് റെസ്പെക്റ്റ് ഇത് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവിൻ്റെ കാര്യത്തിൽ. അതായത് എന്ത് ജോലി ചെയ്താലും അതിനൊരു റെസ്പെക്റ്റ് ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് പലരും പറയുന്നുണ്ട്. ദെൻ അടുത്ത കമൻറ്റ്, ജാതി മതം പറഞ്ഞ് ആരും വരില്ല. പ്രോപ്പർ വർക്ക്, ടൈം, കൾച്ചർ ആൻഡ് റെസ്പെക്റ്റീവ് പേ. അടുത്ത കമൻറ്റ്, ലോ വർക്ക് പ്രഷർ ഫ്രം എക്സ്പീരിയൻസ്, ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസിനെ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതായത് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടെന്നും കുറച്ച് പേര് പറഞ്ഞു. ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കാനഡ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ വർക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. അവിടെയാണെങ്കിലും നമുക്കൊരു വർക്ക് പ്രഷർ നമ്മുടെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്ക് തരില്ല. അതിപ്പോൾ എൻ്റെ കമ്പനിയിൽ അങ്ങനെയാണ്, പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങൾ വേറെ ഉണ്ടാകും. ബട്ട് ഡിപ്പെൻസ് ഓൺ ദ മാനേജ്മെൻറ്റ്, ദ നാഷണാലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ് എന്നും കൂടെ പറയേണ്ടി വരും. അടുത്ത കമൻറ്റ്, ഐ എം ഇൻ BC ആൻഡ് വൺ തിങ് വിച്ച് ഐ ലവ് ഇസ് ദ നേച്ചർ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. വീണ്ടും അടുത്ത കമൻറ്റ് നോക്കിക്കോണേ, പീപ്പിൾ റെസ്പെക്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ജോബ് റോൾ. അതായത് പീപ്പിൾ റെസ്പെക്റ്റ് ഫോർ ഹൂ യു ആർ. നമ്മുടെ ടൈറ്റിലോ പ്രൊഫഷനോ അനുസരിച്ചല്ല നമ്മൾ റെസ്പെക്റ്റ്, നമ്മൾ ആരാണോ എന്നാണ് അവർ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അത് ഒത്തിരി പേര് പറയുന്നുണ്ട്. അത് വളരെ ഒരു സ്ട്രോങ് പോസിറ്റീവ് തന്നെയാണ് കാനഡയിലത്തെ. അടുത്ത കമൻറ്റ്, ബ്യൂട്ടിഫുൾ കൺട്രി, ക്ലീൻ എയർ. വീണ്ടും ക്ലീൻ എയർ വരുന്നുണ്ട്. നോട്ട് ടു ക്രൗഡഡ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് സിറ്റി യു ലിവ് ഇൻ, റിലാക്സ്ഡ് വർക്ക് കൾച്ചർ. വർക്ക് ലൈഫ് ബാലൻസിൻ്റെ വീണ്ടും വരുന്നുണ്ട്. സിവിക് സെൻസ് ഓഫ് പീപ്പിൾ, നീറ്റ് ആൻഡ് ക്ലീൻ എൻവയോൺമെൻറ്റ്, ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ കിഡ്സ് ആൻഡ് സ്നോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരും കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നെഗറ്റീവിൽ പോകുമ്പോൾ പറയാം കുറേ പേരുണ്ട് സ്നോനെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ. സ്നോനേക്കാളും പറയണ്ടെങ്കിൽ വിൻ്റർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ. അടുത്ത പോസിറ്റീവ് വന്നിരിക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്. പിന്നെ അടുത്ത കമൻറ്റ്, കാനഡ ടീച്ചേഴ്സ് അസ് റെസിലിയൻസ്, പേഷ്യൻസ് ആൻഡ് അതർ സച്ച് വാല്യുബിൾ ലെസൺസ്, ഓഫേഴ്സ് എ ബെറ്റർ കരിയർ എന്നാണ് ഈ വ്യക്തി പറയുന്നത്. വന്നിട്ടുള്ള ചാലഞ്ചസ് എല്ലാം ഓവർകം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സ്ട്രെങ്ത് വരും. അത് തന്നെയാണ് കാനഡ നമുക്ക് തരുന്നത്. ദെൻ അടുത്ത ആൾ പോസിറ്റീവിൽ പറഞ്ഞിരിക്കുന്നതാണ്, ജസ്റ്റ് ബിക്കോസ് യു സ്പെൻഡ് ടു മച്ച് മണി. ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഓൾമോസ്റ്റ് ഒരു 8 പേര് പറഞ്ഞിട്ടുണ്ടാകും. അതായത് ഇത്രയും ട്യൂഷൻ ഫീസ് സ്പെൻഡ് ചെയ്ത് വന്നിട്ട് തിരിച്ച് നാട്ടിൽ പോയാൽ ലോൺ അടക്കാൻ പറ്റില്ല ചേച്ചി, അതുകൊണ്ട് ഇവിടെ നിന്ന് ലോൺ അടച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോകും എന്ന് പറഞ്ഞവരുമുണ്ട്. വന്നു പോയില്ലേ, ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയാൽ എന്നെക്കൊണ്ട് വയ്യ, നാട്ടിൽ പോയിട്ട് ഈ റിലേറ്റീവ്സിനെ വീണ്ടും കണ്ട് ഇതൊക്കെ വീണ്ടും പറയുന്നതിലും ഭേദം ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് ചേച്ചി എന്ന് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് എയർ ക്വാളിറ്റി, വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ ഹൂ യു ആർ. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് കിടക്കാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ കൂടുതലും നിങ്ങൾ ഈസി ആയിട്ട് ഗസ് ചെയ്യുന്ന കാര്യമായിരിക്കും. അത് ഫസ്റ്റത്തെ തന്നെ പറയാതെ തന്നെ അറിയാം. ഹെൽത്ത് കെയർ എ ബിഗ് നോ എന്ന് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ആൾ, മിസറബിൾ ഹെൽത്ത് കെയർ എമർജൻസി സിസ്റ്റം. ഞാനൊരു വ്ളോഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ഡാനിയലിനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ 7:30 പോയി വെളുപ്പിന് 4 മണി വരയ്ക്കും ഇരുന്നിട്ടും ഡോക്ടറെ കാണാതെ തിരിച്ച് വീട്ടിലേക്ക് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള കേസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും. പക്ഷേ നമുക്ക് ചെറിയ മുറിവും ചതവുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഭാഗ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം എന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടുത്തെ എമർജൻസി ഹെൽത്ത് കെയർ സിസ്റ്റമിലുള്ളത്. പിന്നെ അടുത്ത ആൾ പറഞ്ഞിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ലിവിങ്. അത് വളരെ സത്യമാണ്. കാരണം റെൻറ്റ് ഞങ്ങളിപ്പോൾ 2021 വന്ന സമയത്ത് റെൻ്റല്ല ഇപ്പോൾ 2025 കാനഡയിലുള്ളത്. റെൻറ്റ് വളരെ കൂടുതലാണ്. ദെൻ ഗ്രോസറി എക്സ്പെൻസും അതിലപ്പുറമാണ്. ദെൻ ഇപ്പോൾ US കാനഡ താരിഫ് വാർ വരുന്നതോടുകൂടെ റേറ്റെല്ലാം ഇനിയും കൂടാനാണ് ചാൻസ് ഉള്ളതാണ് പലരും പറയുന്നത്, നമുക്ക് കണ്ടറിയാം. ദെൻ അടുത്ത നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത്, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ ജോബ് റിലേറ്റഡ് ടു മൈ പ്രൊഫഷൻ, കോസ്റ്റ് ഓഫ് ലിവിങ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, മെഡിക്കൽ. ആ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ ജോബ് ഇൻ യുവർ പ്രൊഫഷൻ എന്നുള്ളത് വളരെ സത്യമാണ്. അതായത് ഇപ്പോൾ നാട്ടിലെ ഒരു 5 years അക്കൗണ്ടിങ് എക്സ്പീരിയൻസുള്ള ഒരാൾ കാനഡയിൽ വന്നിട്ട് ആ ഒരു സെയിം ഫീൽഡിൽ ജോബ് കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ വളരെ ചാലഞ്ചിങ് ആണ്. ആൻഡ് എന്താവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഒരു 3-4 മാസം ജോലി അന്വേഷിച്ച് കിട്ടുന്നില്ല, പക്ഷെ ഇവിടെ സർവൈവ് ചെയ്യാൻ ഇൻകം വേണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയിൽ സർവൈവൽ ജോബ് ഓപ്റ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ജോബ് വേണം. നമ്മുടെ സെയിം ഇൻഡസ്ട്രി ജോബ് കിട്ടുമെന്നാണ് കാത്തുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും ഒത്തിരി 10-15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും
അവരുടെ ഫീൽഡിൽ ജോബ് നോക്കാതെ വേറെ ഫീൽഡിലേക്ക് കിട്ടുന്ന ജോബിലേക്ക് മാറുന്നത്. ആൻഡ് ഓൾസോ ചിലപ്പോൾ അവരുടെ ഫീൽഡിൽ ജോബിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ PR കിട്ടുന്ന വരില്ല. അതുകൊണ്ട് PR കിട്ടുന്നതാണെങ്കിൽ കൂടുതൽ പോലെ സ്കിൽ ട്രേഡ്സ് അല്ലെങ്കിൽ ലേബർ ഡിമാൻഡുള്ള കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ മാറുന്നു. അപ്പോൾ നമ്മുടെ ഫീൽഡിൽ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ് ഇവിടെ. അത് ഐ ടോട്ടലി എഗ്രി. ദെൻ അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് കെയർ വെതർ റൂൾസ് ടാക്സ്. റൂൾസ് എന്ന് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന IRCCയുടെ റൂൾസ് ആയിരിക്കണം. അതായത് എല്ലാ ദിവസവും IRCC എന്തെങ്കിലുമൊക്കെ മിനുക്കുപണികൾ നടത്തി അനൗൺസ്മെൻറ്റ് നടത്തും, നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്ക് തരുന്ന പോലെ. ആൻഡ് ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസിൻ്റെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുകയോ ഇല്ലേ എന്നുള്ളതിൻ്റെ സ്റ്റിൽ അൺസർട്ടൺ ആയിട്ടാണ് പലരും ഉള്ളത്. ആൻഡ് ഇനി ഗ്രാജുവേറ്റ് ആകുന്ന സ്റ്റുഡൻസിന് PGWP കിട്ടുകയോ ഇല്ല എന്നുള്ളതും അൺസർട്ടനിറ്റി ഉണ്ട് ചില കാറ്റഗറീസിലെങ്കിലും. ആൻഡ് അടുത്തത് വെരി ഹാർഡ് ടു ഗെറ്റ് എ ജോബ്, വെരി ബാഡ് ജോബ് മാർക്കറ്റ്. ശരിയാണ്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഏജൻസീസിൻ്റെ നമ്പേഴ്സ് ഷെയർ ചെയ്യായിരുന്നു. അതുവഴി ആൾക്കാർക്ക് ജോലി കിട്ടിയായിരുന്നു. പക്ഷേ ഒരു 2023 മുതൽ ആ ഒരു ട്രെൻഡ് ചേഞ്ചായി. ഞങ്ങൾ നമ്പർ കൊടുക്കുന്ന ഏജൻസീസ് ഇവരുടെ കോൾ ആൻസർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ പറയുന്നത് ജോലി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് അതൊരു റീസെൻറ്റ് ട്രെൻഡാണെന്ന് തന്നെ പറയാം. അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത് കുറേ ഏറെ നെഗറ്റീവ്സ് ഉണ്ട് പറയാൻ. ആ ഒരു ചെറിയ ബോക്സിൽ അതൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ദെൻ അടുത്തത് വെതർ ടാക്സ് ഇനിഷ്യൽ സ്ട്രഗിൾ. ആ ഇനിഷ്യൽ സ്ട്രഗിൾ ഫസ്റ്റ് 3 years ഇൻ കാനഡ വളരെ സ്ട്രഗിൾ ആയിട്ടുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി ഒരു സ്റ്റുഡൻ്റായിട്ട് വരികയാണെങ്കിൽ പറയേ വേണ്ട. PR-ന് മേ ബി ആ സ്ട്രഗിൾ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ഒരാൾക്ക് ആ ഒരു ഫസ്റ്റ് 3 years എന്താ പറയുക, ഡിസൈഡിങ് 3 years എന്ന് തന്നെ പറയാം. ആ 3 years കഴിയുമ്പോഴേക്കും നമ്മൾ തീരുമാനിച്ചിരിക്കും നിൽക്കണോ പോണോ എന്നുള്ള കാര്യം. അടുത്തത് ഓൺലി തിങ് ഈസ് ബെറ്റർ വേജ് കമ്പയർഡ് ടു ഇന്ത്യ. ഇത് ചിലപ്പോൾ പോസിറ്റീവിൽ പറയേണ്ടതായിരിക്കും, നെഗറ്റീവിൽ മാറിയിട്ടതായിരിക്കാം. ദെൻ അടുത്തത് ഹാർഡ് ടു ഫൈൻഡ് ജോബ്, എക്സ്പെൻസീവ്, നോ പീസ്. ദെൻ അടുത്ത നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് ഫാമിലി. അതായത് നമ്മുടെ ഇപ്പോൾ ഗൾഫിലൊക്കെ താമസിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകാൻ ട്രാവൽ ടൈം കുറവാണ്, മേ ബി ടിക്കറ്റ്സ് അഫോർഡബിൾ ആണ്. ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണം. ആൻഡ് ഒരു 4 member ഫാമിലിക്ക് നാട്ടിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം മേ ബി അറൗണ്ട് പോയി വരാൻ 8,000 ആകും. ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ ചിലപ്പോൾ അത് 10,000 മേലെയാകും നമ്മളിപ്പോൾ പീക്ക് ഹോളിഡേ സീസണിലൊക്കെ പോവുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പലരും നാട്ടിലേക്കുള്ള പോക്കെല്ലാം വളരെ ഫ്രീക്വൻസി കുറവാണ്. അടുത്ത കമൻറ്റ് എവറിത്തിങ് ഇസ് സ്ലോ ഇൻ കാനഡ, മേ ബി ഐ എം സ്റ്റിൽ കമ്പയറിങ് ടു ദുബായ്. അപ്പോൾ അടുത്ത കമൻറ്റ് മേജർ വൺ വെതർ, ദെൻ ഇറ്റ്സ് യുവർ സാലറി, ഹോംസ് ആൻഡ് ലെസ് സേവിങ് കമ്പയർ ടു മിഡിൽ ഈസ്റ്റ്. ദെൻ അടുത്തത് ഹെൽത്ത് കെയർ ആൻഡ് മോർ റീസെൻ്റ്ലി റേസിസം. ആ റീസെൻ്റ്ലി എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞൊരു വർഷമായിട്ടാണ് ആ റേസിസം ഇവിടെ വളരെ എവിഡൻ്റ് ആയി തുടങ്ങിയത്. മേ ബി ഇമിഗ്രേഷൻ നമ്പർ കൂടിയതായിരിക്കാം, പിന്നെ മേ ബി നമ്മുടെ നാട്ടുകാരുടെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം ഇന്ത്യൻസിനോട് പ്രത്യേകതരമായിട്ടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കൽ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ദെൻ അടുത്ത നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ഹാർഡ് ടു കോപ്പ് അപ്പ് വിത്ത് ഇനിഷ്യൽ സ്ട്രഗിൾ, ഇറ്റ്സ് വേ മോർ ദാൻ വി എക്സ്പെക്റ്റഡ്. ദെൻ ഹെൽത്ത് കെയർ ഇനിഷ്യൽ സ്ട്രഗിൾ ഇസ് വേ മോർ, കം പ്രിപ്പയർഡ് ഫോർ ദ ഡിസാസ്റ്റർ എന്ന് ഞങ്ങളുടെ വ്ളോഗിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. അത് ഡിസാസ്റ്റർ ഉണ്ടാവണം നിർബന്ധമല്ല, പക്ഷേ കം പ്രിപ്പയർഡ്. അടുത്തത് നെഗറ്റീവിലാണ് ഇട്ടിട്ടുള്ളത് ഫ്രീഡം എന്നുള്ളത്. ഫ്രീഡം ഉള്ളത് ഒരു നെഗറ്റീവായിട്ടാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. അടുത്ത കമൻറ്റ് ലോങ് വെയിറ്റ് ടൈം ഫോർ ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസസ്. ഇപ്പോൾ സോഷ്യൽ സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയില്ല, പക്ഷെ എന്നാലും ഹെൽത്ത് കെയറിൻ്റെ വെയിറ്റ് ടൈം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത കമൻറ്റ് അൺസർട്ടനിറ്റി റിഗാർഡിങ് ഇമിഗ്രേഷൻ റൂൾസ്, സത്യം. ദെൻ മെഡിക്കൽ സിസ്റ്റം ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, പരമസത്യം. ഓൾസോ ഹാർഷ് വിൻറ്റേഴ്സ്. ദെൻ അടുത്തത് ടെറിഫിക് ഹെൽത്ത് കെയർ സിസ്റ്റം, നോ സേവിങ്സ്. ഐ തിങ്ക് കാനഡ നീഡ്സ് മോർ ലേബേഴ്സ് മോർ ദാൻ പ്രൊഫഷണൽസ്. അത് സത്യമാണ്. IRC അവരുടെ പ്രൊഫഷണൽ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. അതിൽ ശ്രദ്ധിച്ചാലും അറിയാം പ്രൊഫഷണൽസിനേക്കാളും കൂടുതൽ അവർക്ക് ഒരു ലേബർ ഷോർട്ടേജ് ഉള്ള ഒരു ഏരിയാസ് ലൈക്ക് കുക്സ്, അവർക്കൊരു സ്കിൽ ട്രേഡ് അല്ലെങ്കിൽ ലേബർ ഷോർട്ടേജ് ഉള്ള ഏരിയാസിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ട്രെൻഡ് അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ട്രൂ. അവർ പ്രൊഫഷണലിനേക്കാളും ലേബേഴ്സിനെയാണ് കൂടുതൽ ആവശ്യമുള്ളത് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സസ്, ഡ്രഗ് ഇഷ്യൂസ് ഇൻ ഡൗൺ ടൗൺ, കാർ ത്രെഫ്റ്റ്, റീസെൻ്റ്ലി റേസിസം, away from parents and നാടൻ ഫുഡ്.
നാടൻ ഫുഡ് പലരും പറയുന്നുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഇല്ലേ, ഇവിടെ കേരള റെസ്റ്റോറൻറ്റ് ഇല്ലേ എന്നുള്ളത്. അതായത് ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആ ഒരു ഫ്ലേവേഴ്സ് നാട്ടിലെ പോലെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗൾഫിലെ പോലെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെയൊക്കെ രോദനം. പിന്നെ അടുത്ത ഇത് പ്രോസ് ആൻഡ് കോൺസ് ഒരുമിച്ച് അയച്ചതാണ്. മോസ്റ്റ് എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ഗുഡ് ഇൻഷുറൻസ് കവറേജ് ടു ഹിസ് എംപ്ലോയീസ് വെൻ കമ്പയർ ടു ഇൻഷുറൻസ് ഗിവൻ ഇൻ UAE. അതൊരു സത്യമാണ്. ഇൻഷുറൻസ് കവറേജ് ബെറ്ററാണ്, പക്ഷേ ആ ഇൻഷുറൻസ് കവറേജ് വെച്ച് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കാണാൻ പറ്റുള്ളത് അടുത്ത കാര്യം. ദെൻ നെഗറ്റീവിൽ ഹെൽത്ത് കെയർ, നോ നീഡ് എക്സ്പ്ലനേഷൻ, വെഹിക്കിൾ ഇൻഷുറൻസ് പ്രൈസസ്, പുവർ ലോ എൻഫോഴ്സ്മെൻറ്റ്. വെഹിക്കിൾ ഇൻഷുറൻസ് അതൊരു മേജർ ഫാക്ടറാണ്. കാറിൻ്റെ ഒരു മന്തിൻ്റെ ഇൻഷുറൻസ് ഇറ്റ്സ് എ ലോട്ട് കമ്പയർ ടു ഇന്ത്യ അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് ഇനി ഫൈനൽ കമൻറ്റ് കേട്ടോ. വി ആസ് എ ഫാമിലി മൂവ്ഡ് ഹിയർ ഫ്രം UAE ആൻഡ് നൗ റിഗ്രറ്റ്. വൺ ഓഫ് ദ റീസൺ ടു മൂവ് ഹിയർ വാസ് യുവർ വ്ളോഗ്. നൗ മൈ വൈഫ് ഇസ് ഫിനിഷിങ് എ 2-year സ്റ്റഡീസ് ദിസ് ജൂൺ. അതായത് 2025 ജൂണിൽ സ്റ്റഡീസ് ഫിനിഷ് ചെയ്യണം. പ്ലാനിങ് ടു മൂവ് ബാക്ക് ടു UAE ആസ് ഐ ഡോണ്ട് ഹാവ് മച്ച് ഹോപ്സ് അബൌട്ട് ദിസ് കൺട്രി, അറ്റ് ലീസ്റ്റ് ഫോർ നൗ. Even though I managed to find job in my field, that is IT, in 6 months of reaching here and working since then. I don't find the dependent visa will be issued for myself and kids based on the new rule changes. ഞാൻ അപ്പോഴേ ഇത് പറഞ്ഞിരുന്നു. Anyways, I'm looking forward to return to UAE. ഇതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ റീസൺ ടു മൂവ് ഹിയർ വാസ് യുവർ വ്ളോഗ്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, ദെൻ സങ്കടമുണ്ട്. സോ എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ആ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സും കൂടി ആൾക്കാർ കേൾക്കുന്നില്ല. കം പ്രിപ്പയർഡ് എന്നുള്ള കാര്യം. അതായത് ഇവിടെ വന്നാൽ എല്ലാം ഈസി ആയിട്ട് നടക്കില്ല എന്നുള്ളതാണ് പലപ്പോഴായിട്ട് വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഞങ്ങൾ വന്ന സമയത്ത് 2021 കമ്പയർ ചെയ്തിട്ട് 2021 ആൻഡ് 2025 കമ്പയർ ചെയ്യുമ്പോൾ തിങ്സ് ആർ വെരി ഡിഫറെൻറ്റ്. അന്ന് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ഇന്ന് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. അന്ന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ഇന്ന് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് ജോലി കിട്ടാൻ. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. സോ ഇവിടെ വന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ യുവർ പേഴ്സണൽ സിറ്റുവേഷൻ. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ സ്ട്രഗിൾസ് എല്ലാം ഓവർകം ചെയ്യാൻ എത്രയ്ക്കും സ്ട്രോങ് ആണ് നിങ്ങളനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതുപോലത്തുള്ള വ്ളോഗ് ചിലപ്പോൾ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അതായത് ഒരു ഗൈഡിങ് ഫാക്ടർ ആയിരിക്കും. പക്ഷേ ഒരു ഡിസിസീവ് ഫാക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോസ് ആൻഡ് കോൺസ് എഴുതി ഇത് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കണം എന്നേ പറയുള്ളൂ. നിങ്ങൾ കാനഡയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഇവിടെ ജീവിച്ചതിൽ നിന്നും നിങ്ങൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നു ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളത് ഈ വ്ളോഗിന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി കാനഡയിൽ വരാൻ പ്ലാനുള്ളവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എതിരഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കശ്ശേരീസ് വ്ളോഗ്.